1991-ൽ ഇന്ത്യ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട കാര്യം നിങ്ങൾക്കറിയാമോ? നമ്മുടെ കൈവശം ആവശ്യത്തിന് വിദേശ നാണയം അഥവാ ഫോറിൻ എക്സ്ചേഞ്ച് ഇല്ലാത്ത അവസ്ഥയായിരുന്നു അത്. ഈ പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ഇതിനെ നമ്മൾ LPG എന്ന് വിളിക്കുന്നു. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഉദാരവൽക്കരണം അഥവാ ലിബറലൈസേഷൻ എന്നാൽ വ്യവസായങ്ങൾക്കു മേലുള്ള അനാവശ്യ നിയന്ത്രണങ്ങൾ എടുത്തുമാറ്റലാണ്. ലൈസൻസ് രാജ് അവസാനിപ്പിച്ച് ബിസിനസ് തുടങ്ങുന്നത് എളുപ്പമാക്കി. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കുന്നതിനെയാണ് സ്വകാര്യവൽക്കരണം അഥവാ പ്രൈവറ്റൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇതിലൂടെ സ്വകാര്യ കമ്പനികൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചു. ആഗോളവൽക്കരണം ലോകവിപണിയുമായി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബന്ധിപ്പിച്ചു. ഇറക്കുമതിയും കയറ്റുമതിയും കൂടുതൽ എളുപ്പമായി മാറി. ഈ മാറ്റങ്ങൾ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് വർദ്ധിപ്പിച്ചു. പിന്നീട് വന്ന ഏറ്റവും വലിയ മാറ്റമായിരുന്നു GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. 2017 ജൂലൈ 1-നാണ് GST ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഒരു രാജ്യം, ഒരു നികുതി, ഒരു വിപണി എന്നതാണ് GSTയുടെ ആപ്തവാക്യം. പരോക്ഷ നികുതികളെല്ലാം ലയിപ്പിച്ച് ഒറ്റ നികുതിയാക്കി മാറ്റി. ഇത് നികുതി വെട്ടിപ്പ് കുറയ്ക്കാനും സാധനങ്ങളുടെ വില ഏകീകരിക്കാനും സഹായിച്ചു. ഉപഭോക്താക്കൾക്ക് ഇത് വലിയൊരു ആശ്വാസമാണ്. കേരളം ഇപ്പോൾ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അറിവും സാങ്കേതികവിദ്യയും ഉപയോഗിച്ച് ഉൽപ്പാദനം കൂട്ടുന്ന രീതിയാണിത്. KDISCും കേരള സ്റ്റാർട്ടപ്പ് മിഷനും ഇതിന് നേതൃത്വം നൽകുന്നു. വിദ്യാർത്ഥികളായ നിങ്ങളിലാണ് ഇതിന്റെ ഭാവിയിരിക്കുന്നത്. നവകേരളം സൃഷ്ടിക്കാൻ ഈ മാറ്റങ്ങൾ അനിവാര്യമാണ്. 1991-ലെ പരിഷ്കാരങ്ങളും GSTയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. പരീക്ഷയ്ക്ക് LPGയെക്കുറിച്ച് ചോദിച്ചാൽ ഈ 3 കാര്യങ്ങൾ എഴുതണം. GST വന്ന വർഷം 2017 പ്രത്യേകം ഓർത്തുവെക്കുക. വിജ്ഞാന സമ്പദ് വ്യവസ്ഥ കേരളത്തിന്റെ പ്രത്യേകതയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിലെ ഈ മാറ്റങ്ങൾ പഠിക്കുന്നത് വളരെ രസകരമാണ്. ഇന്ത്യയുടെ വളർച്ചയുടെ കഥയാണിത്. ഓരോ ഇന്ത്യക്കാരനും ഇതറിഞ്ഞിരിക്കണം.